അകം ഏകം അനേകം എന്ന പ്രമേയത്തിൽ പട്ടാമ്പി സംസ്കൃത കോളേജ് സംഘടിപ്പിക്കുന്ന കവിതയുടെ കാർണിവൽ ജനുവരി 17, 18, 19 തീയതികളിൽ ക്യാമ്പസിൽ നടക്കും. കേരളത്തിന്റെ സാംസ്കാരിക ഭൂപടത്തിൽ ഇടം പിടിക്കാതെ പോയ സാംസ്കാരിക തത്വങ്ങളെ ചർച്ചയ്ക്കും സംവാദത്തിനും വിധേയമാക്കുകയാണ് ലക്ഷ്യമെന്ന് ജനറൽ കൺവീനർ സന്തോഷ് എച്ച്.കെ. പറഞ്ഞു. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പോയട്രി കാർണിവലാണ്. കവിതയ്ക്ക് വേണ്ടി മാത്രം നടത്തുന്ന ഒരു കാർണിവൽ അല്ലെങ്കിൽ ഒരു ലിറ്റററി ഫെസ്റ്റിവൽ, ഇന്ത്യയിലെ ഏറ്റവും വലിയ ലിറ്റററി ഫെസ്റ്റിവലാണ് കവിതയുടെ കാർണിവൽ. പട്ടാമ്പി ഗവൺമെൻറ് കോളേജിൽ 2016 തൊട്ടിട്ട് ഒരു 8ാമത്തെ എഡിഷനാണ് ഈ ഒരു 3 ദിവസം ജനുവരി 17, 18, 19 ദിവസങ്ങളിലായിട്ട് നടത്തുന്നത്. ഏതാണ്ട് 250-ലധികം ഇന്ത്യയിൽക്കകത്തും പുറത്തുനിന്നുള്ള എഴുത്തുകാരും കലാകാരന്മാരും പങ്കെടുക്കുന്നുണ്ട്. അകം ഏകം അനേകം എന്നുള്ള ഒരു പ്രമേയത്തിലാണ് പ്രത്യേകിച്ച് കഴിഞ്ഞ 40 വർഷമായിട്ട് കേരളത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യത്തിൽ അതുവരെ നമ്മുടെ മുഖ്യധാരയുടെ ഭാഗമാകാതിരുന്ന ക്യൂർ സമൂഹങ്ങളുണ്ട്, സ്ത്രീ സമൂഹങ്ങളുണ്ട്, ഡിസേബിൾഡ് ആയ ആളുകളുണ്ട്, ആദിവാസി ഗോത്ര സമൂഹങ്ങളുണ്ട്, ഭാഷാ ന്യൂനപക്ഷങ്ങളുണ്ട്. അവരൊക്കെ കുറച്ചുകൂടെ വിസിബിലിറ്റി കിട്ടുന്ന അല്ലെങ്കിൽ അവരുടെ സാമൂഹ്യ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന, അവരുടെ സമരങ്ങളും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ സമൂഹത്തിൽ ചർച്ചയാവുന്ന ഒരു കാലഘട്ടത്തിൽ കഴിഞ്ഞ 40 വർഷമായിട്ട് കേരളത്തിൻ്റെ സാമൂഹികതയിലുണ്ടായ മാറ്റങ്ങളെ കവിതയെ കേന്ദ്രീകരിച്ച് അവതരിപ്പിക്കുക എന്ന രീതിയിൽ ഈ സ്പേസിൽ നിന്നുള്ള ആളുകളുടെ ഒരു കൂട്ടായ്മയാണ് നമ്മൾ ഈ കാർണിവലിൽ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. ലക്ഷദ്വീപിൽ നിന്നുള്ള കലാകാരന്മാരുണ്ട്, അതുപോലെ തീരദേശ മേഖലയിൽ ആ സമൂഹങ്ങളുമായി ബന്ധപ്പെട്ട് സമരങ്ങളും മറ്റൊക്കെ നയിക്കുന്ന ആളുകളുണ്ട്, ആദിവാസി ഗോത്ര സഭയുടെ CK ജാനു അടക്കമുള്ള ആളുകളിലൂടെ പങ്കെടുക്കുന്നുണ്ട്. ഇതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഹൈലൈറ്റ് എന്ന് പറയുന്നത് കേരളത്തിലെ സ്ത്രീ വിമോചന പ്രസ്ഥാനങ്ങളിലെ ആദ്യത്തെ പ്രസ്ഥാനമാണ് മാനുഷി എന്ന് പറയുന്ന സംഘടന. സാറാ ജോസഫിൻ്റെ നേതൃത്വത്തിൽ 40 വർഷം മുമ്പാണ് പട്ടാമ്പി ഗവൺമെൻറ് കോളേജിൽ കേരളത്തിലെ ആദ്യത്തെ സ്ത്രീ സംഘടന രൂപം കൊള്ളുന്നത്. അതിൻ്റെ 40ാമത്തെ വർഷമാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെടുത്തിയിട്ട് മാനുഷിയുടെ ഒരു കൂടിച്ചേരൽ, മാനുഷിയുടെ മുഴുവൻ പ്രവർത്തകരും അവിടെ പഴയകാല പ്രവർത്തകരൊക്കെ കൂടിച്ചേർന്നുകൊണ്ട് സാറാ ജോസഫ് ഈ മാനുഷിയുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന ഒരു 2 സെഷനുകൾ നമ്മളിതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. സ്ത്രീ വിമോചകർ, ദളിത് ആക്ടിവിസ്റ്റുകൾ, പാരമ്പര്യ കലാ അവതാരകർ തുടങ്ങി വിവിധ മേഖലയിലുള്ളവർ കവിതാ കാർണിവലിന്റെ ഭാഗമാവും. ഭാഷ, സൗന്ദര്യശാസ്ത്രം, സാഹിത്യം, കല എന്നിവ രൂപപ്പെടുത്തുന്ന വേളകളിൽ അദൃശ്യവും അസ്പർശവുമായി മാറ്റി നിർത്തപ്പെട്ടവയും കഴിഞ്ഞ ഫ്രണ്ട്ഷിപ്പ്, സംഭവ വികാസങ്ങൾ, കവിതയിലെ സ്വാധീനം എന്നിവ വിശകലനത്തിന് വിധേയമാവും. ഉദ്ഘാടന വേളയിൽ കവി സച്ചിദാനന്ദനെ ആദരിക്കും. മലയാളനാട് കാർണിവൽ പുരസ്കാരം വെയിലും നിഴലും മറ്റ് കവിതകളുമെന്ന കവിതാ സമാഹാരം രചയിതാവ് സുജീഷിന് നൽകും. 2500-ലധികം വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന കവിതാ കാർണിവലിൽ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും കവികൾ പങ്കെടുക്കുമെന്നും സന്തോഷ് പറഞ്ഞു. കൺവീനർ MR അനിൽകുമാർ, കവി PP രാമചന്ദ്രൻ, PL ലതിക, സതീശൻ പുതുമന എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.